പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്താണ് ലഹരിയുടെ ഉപയോഗം എന്ന്. ആ ഒരു വലിയ കെണിയിൽ നമ്മളുടെ മക്കൾ അകപ്പെട്ടാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു വ്യക്തി മാത്രമല്ല, ആ ഒരു കുടുംബവും സമൂഹവും തന്നെ നശിച്ചു പോകുന്ന ഒരു വിപത്താണ് ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരിയുടെ ഉപയോഗം. അതെ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് മോഷ്ടിക്കാനോ വേറെന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യാനോ, എന്തിനേറെ ഒരു കൊലപാതകം ചെയ്യാൻ പോലും ഒരു മടിയുണ്ടാവില്ല. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ കുറച്ചു മുമ്പ് നടന്ന ഒരു സംഭവം. മദ്യത്തിനടിമപ്പെട്ട, ലഹരിക്കടിമപ്പെട്ട ഒരു കൊച്ചുമകൻ അവന്റെ ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും കൊലപ്പെടുത്തിയത്. കഥ നമ്മളെല്ലാവരും സമൂഹ മാധ്യമത്തിലൂടെ കണ്ടതാണ്. ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാനിലൂടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും അതിന് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ മക്കളെ പരിശുദ്ധ ഖുർആനിലേക്കും പള്ളികളിലേക്കും നല്ല സുഹൃത്ത് വലയങ്ങളിലേക്കും അടുപ്പിക്കാൻ ശ്രദ്ധിക്കണം. സൂറത്ത് മാഇദയിൽ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്, വിശ്വസിച്ചവരെ മദ്യവും ചൂതാട്ടവും വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രശ്നം നോക്കാനുള്ള അമ്പുകളും പിശാചിൽ നിന്നുള്ളതാണ്. നിങ്ങൾ അതിൽ നിന്ന് വിട്ടൊഴിയുക എന്നാൽ നിങ്ങൾ വിജയിക്കും എന്ന്. ഈ ഒരു ആയത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മളൊരു വ്യക്തി മാത്രമല്ല അതിൽ നശിക്കുന്നത് എന്നതാണ്. ഒരു കുടുംബവും അതുപോലെ തന്നെ ആ ഒരു സമൂഹവും ലോകം തന്നെ നശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ലഹരി കൊണ്ടുപോകുന്നത് എന്നാണ്. ഇതിനെതിരെ ആ ഒരു കുടുംബം തന്നെ ചെറുപ്പത്തിലെ മക്കളെ വളർത്തിയെടുക്കുമ്പോഴേ നമ്മൾ ഇതിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകനോ ഒരു കുടുംബമോ ഒരു സമൂഹമോ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു വിപത്തിനെതിരെ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഒരു ശിക്ഷ കൊണ്ട് മാത്രം ഒരു കുട്ടികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല. അവരെ ചേർത്ത് നിർത്തി അവർക്ക് സംരക്ഷണം നൽകി, അവർക്ക് വേണ്ട സ്നേഹം നൽകി, അവർക്കിതിന്റെ വിപത്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം അവരെ വളർത്തിയെടുക്കേണ്ടത്. ഓരോ കുടുംബവും ഇസ്ലാമിക ചുറ്റുപാടിലൂടെ, ഇസ്ലാമിന്റെ ശിക്ഷണത്തിലൂടെ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള മക്കളാണ് സമൂഹത്തിന് വേണ്ടത്. എല്ലാ മക്കളെയും പരിശുദ്ധ ഖുർആനിലേക്കും പള്ളികളിലേക്കും അടുപ്പിച്ചുകൊണ്ട് അവരുടെ മൊബൈലും അവരുടെ സുഹൃത്ത് വലയങ്ങളും ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.